ഈ ലഹരിയുമായി ബന്ധപ്പെട്ടുള്ള വാർത്തകളൊക്കെ സമൂഹത്തിൽ വരുമ്പോഴും നമ്മളെയൊക്കെ ആശങ്ക കൂട്ടുന്ന തരത്തിലാണ് പലരെയും ഒക്കെ ഈ ലഹരിയുമായി പിടിക്കുന്നതും പോലീസ് നടപടിയും ഒക്കെ അല്ലേ. പക്ഷേ അങ്ങനെ സമൂഹത്തിന്റെ ഒരു ഭാഗങ്ങളിൽ അങ്ങനത്തെ സംഭവങ്ങൾ നടക്കുമ്പോഴും മറ്റൊരു വശത്ത് ലഹരിക്കെതിരെ കരുത്തുറ്റ പോരാട്ടം നടക്കുന്നുണ്ട്. അത് ഈ നമ്മുടെ സ്കൂളുകൾ കേന്ദ്രീകരിച്ചാണെങ്കിലും അതല്ലെങ്കിൽ നമ്മുടെ റെസിഡൻസ് അസോസിയേഷനുകൾ കേന്ദ്രീകരിച്ചാണെങ്കിലും ഒക്കെ ഈ വലിയ രീതിയിൽ നല്ല പോരാട്ടങ്ങൾ നമുക്ക് മാതൃകയാക്കാവുന്ന നല്ല പോരാട്ടങ്ങൾ ലഹരിക്കെതിരെ നടക്കുന്നുണ്ട്. നമ്മൾ പോകുന്നത് കാട്ടാക്കട നിയോജക മണ്ഡലത്തിലേക്ക്. അവിടെ വിദ്യാർത്ഥികളുടെ കൂട്ടായ്മയായിരുന്നു ലഹരിക്കെതിരെ. IB സതീഷ് MLA നേതൃത്വത്തിലാണ് വിദ്യാർത്ഥികൾ മണ്ഡലത്തിലെ ലഹരി ഉപയോക്താക്കളുടെ കണക്കെടുപ്പ് നടത്തുന്നത്. മലയൻകീഴ് ഗവൺമെന്റ് കോളേജിലെ NSS വിദ്യാർത്ഥികൾ ചേർന്ന് നടത്തുന്ന ഈ ലഹരി വിരുദ്ധ ബോധവൽക്കരണ ക്യാമ്പിന് വലിയ സ്വീകാര്യതയാണ് പൊതുജനങ്ങളിൽ നിന്നും ലഭിക്കുന്നത്. നിങ്ങൾ ചെയ്യുന്നത് തന്നെ ആശയപരമായിട്ടുള്ള ഒരു വലിയ ഒരു പ്രവൃത്തിയാണ്. ഇപ്പോൾ ഈ പറഞ്ഞ നമ്മുടെ ഈ സാംസ്കാരിക മേഖലയും സാംസ്കാരിക മേഖലയിൽ കാരണം നമ്മളെ പുത്തൻ തലമുറയും രാജ്യത്തെയും നയിച്ചു കൊണ്ടുപോകേണ്ട പാതയാണ്. ആ മേഖലയിൽ വരെ ഇപ്പോൾ ഈ പറഞ്ഞ സിന്തറ്റിക് ഡ്രഗ്സ്. തിരുവനന്തപുരം മലയൻകീഴ് ഗവൺമെന്റ് കോളേജിലെ വിദ്യാർത്ഥികളാണ്. ബോധവൽക്കരണം ലഹരിക്കെതിരെയാണ്. പരിചയപ്പെടുത്തൽ കഴിഞ്ഞാൽ ഒരൊറ്റ ചോദ്യം: വീട്ടിൽ ലഹരി ഉപയോഗിക്കുന്നവർ ഉണ്ടോ? പെട്ടെന്നുള്ള ചോദ്യത്തിൽ പകച്ചു പോകുന്നവരുണ്ട്. പക്ഷേ ഇരു കൈയും നീട്ടിയാണ് നാളെയുടെ നന്മയ്ക്കായുള്ള ഈ ചോദ്യത്തെ കാട്ടാക്കട നിയോജക മണ്ഡലത്തിലെ ജനങ്ങൾ സ്വീകരിച്ചത്. ലഹരിക്കെതിരെ വിദ്യാർത്ഥികളെയും യുവാക്കളെയും അണിനിരത്തുന്ന കൂട്ടെന്ന പദ്ധതിയാണ് കാട്ടാക്കടയിൽ വമ്പൻ ഹിറ്റായി തുടരുന്നത്. കാട്ടാക്കട നിയോജക മണ്ഡലത്തിൽ IB സതീഷ് MLA മയക്കുമരുന്നിനെതിരെ മാനവ ശൃംഖല എന്ന് പറയുന്നൊരു പ്രോഗ്രാമിന് ഭാഗമായിട്ട് സ്റ്റേ വിത്ത് സർവേ എന്നൊരു പ്രോഗ്രാമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞങ്ങൾ ഇവിടെ ഒരു വീട്ടിൽ തങ്ങിയിട്ട് ഇതിൻ്റെ അടുത്തുള്ള വാർഡിൽ കുറേ വീടുകളിൽ പോയി സന്ദർശിച്ച് കുറേ ക്വസ്റ്റ്യൻസ് ചോദിക്കും. ഗൂഗിൾ ഫോം ഫില്ല് ചെയ്ത് കുറേ ക്വസ്റ്റ്യൻസ് ചോദിക്കും. അപ്പോൾ വീട്ടുകാർ ചിലരൊക്കെ നല്ല റെസ്പോൺസാണ് തരുന്നത്. മലയൻകീഴ് ഗവൺമെന്റ് ആർട്സ് ആൻഡ് സയൻസ് കോളേജിലെ ഈ കുട്ടികൾ മണ്ഡലത്തിൽ തങ്ങിയാണ് വിവരശേഖരണം നടത്തുന്നത്. ഇപ്പം സ്റ്റേ എന്ന് പറയുമ്പോൾ അതൊരു എക്സ്പീരിയൻസ് ആണ്. പിന്നെ നമുക്ക് ഈ വീടുകളിലൊക്കെ പോയിട്ട് അവിടെയുള്ളവരുമായിട്ട് കുറച്ചുകൂടെ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. പിന്നെ അവരായാലും നമ്മളടുത്ത് പറയുന്നുണ്ട് ലഹരിയുടെ നമ്മളിപ്പോൾ മുൻപോട്ട് വന്നത് ഭയങ്കര ഇപ്പോൾ സ്റ്റുഡൻസ് ഇറങ്ങി പ്രവർത്തിക്കും. കാരണം യുവാക്കൾക്കിടയിലാണ് ഇപ്പം ലഹരി ഉപയോഗം കൂടി വരുന്നത്. അപ്പം നമ്മൾ ഇപ്പം ഫ്രണ്ട്ഷിപ്പ് മൂലം അങ്ങനെയൊക്കെ ഉണ്ട്. അങ്ങനെയൊക്കെയാണ് ഇപ്പോൾ ലഹരിയുടെ ഉപയോഗം കൂടി വരുന്നത്. പിന്നെ ഇതൊരു എക്സ്പീരിയൻസ് ആണ്, നമുക്കും ഒരു എക്സ്പീരിയൻസ് ആണ്. മാതൃക ജനം ഏറ്റെടുത്തതോടെ മണ്ഡലത്തിലെ കൂടുതൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ക്യാമ്പിൽ പങ്കാളിയാകാൻ താൽപര്യമറിയിച്ച് രംഗത്തെത്തിയിട്ടുണ്ട്. ലഹരിക്കെതിരെ വിദ്യാർത്ഥികളെ സംഘടിപ്പിച്ചുകൊണ്ട് വിദ്യാർത്ഥികളെ ഇതിൽ നിന്ന് മാറ്റിയെടുക്കുക എന്നുള്ളതാണ്. ഇത് ഒരു ബാധിച്ച പ്രതിസന്ധിയിൽ ഘട്ടമാണെങ്കിൽ പോലും നമ്മുടെ ഒരു ഉത്തരവാദിത്തം എന്നുള്ള നിലയിലാണ് ഇത് എടുത്തിരിക്കുന്നത്. ഇതിൻ്റെ ആദ്യഘട്ടം എന്നുള്ള നിലയിൽ മലയൻകീഴ് ആർട്സ് ആൻഡ് സയൻസ് കോളേജിലെ NSS വോളണ്ടിയേഴ്സാണ് വീടുകളിൽ താമസിച്ചുകൊണ്ട് തുടക്കമെന്നുള്ള നിലയിൽ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഏകദേശം ഞങ്ങൾ 15ഓളം വാർഡുകളിൽ തന്നെ താമസിച്ചു ഇതിന്റെ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. സംസ്ഥാനത്തെ 140 നിയോജക മണ്ഡലങ്ങളിലും പരീക്ഷിക്കാവുന്ന മികവുറ്റ മാതൃകയാണ് IB സതീഷ് MLA ഈ ആശയമെന്നതിൽ തർക്കമില്ല. ഇനി വരുന്നൊരു തലമുറയ്ക്ക് ഇവിടെ വാസം സാധ്യമോ? ഇനി വരുന്നൊരു തലമുറയ്ക്ക് ഇവിടെ വാസം സാധ്യമോ? മലിനമായ ജലാശയം അതിമലിനമായൊരു ഭൂമിയോ? മലിനമായ ജലാശയം അതിമലിനമായൊരു ഭൂമിയോ? ഇനി വരുന്നൊരു തലമുറയ്ക്ക് ഇവിടെ വാസം സാധ്യമോ? ന്യൂസ് മലയാളം, തിരുവനന്തപുരം.